എനിക്ക് നല്ല മധുരമായിട്ട് കഴിക്കാനാണ്. സാക്കി വേണ്ടടാ. നമുക്ക് സേമിയോയും ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കി തരാം. ഓ പൊളിക്കും. ഭയങ്കര ഈസിയുമാണ്. ആ അടിപൊളി. അപ്പൊ ഉണ്ടാക്കിയാലോ? വായോ. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണേ. നെയ്യെല്ലാം നന്നായിട്ട് ഉരുക്കി വന്നു കഴിയുമ്പോഴേ അതിലേക്ക് ഇത് 1 കപ്പ് വെർമിസെല്ലി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന വെർമിസെല്ലി ഓൾറെഡി ഫ്രൈ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ എടുക്കുന്നത് ഫ്രൈ ചെയ്യാത്തതാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് 4 കപ്പ് ഫുൾ ക്രീം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടേ നമ്മുടെ സേമിയോ ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുതേ. 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മുടെ സേമിയോ ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കസ്റ്റർഡിന്റെ മിക്സ് ഒട്ടും തന്നെ തരികളില്ലാതെ നമ്മൾ നന്നായിട്ട് അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്കിതാ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. ഇത് ഒഴിച്ചു കൊടുത്താലേ നമ്മളിപ്പോ ഇങ്ങനെ ഇടപെടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവേ. അതാ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇത്രയും കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. ഇനി നമുക്ക് നമ്മുടെ ഈ സേമിയോന്റെ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാവേ. ഞാനിങ്ങനെ ഒരു ഗ്ലാസിന്റെ പാത്രം എടുത്തേക്കണേ. ഈ പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറുത്ത കളറിലെ മുന്തിരി, പച്ച കളറിലെ മുന്തിരി, ഒരു പഴം ഇതുപോലെയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പഴവും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഇവിടെ ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്, ബദാമും ചെറുതാക്കി അരിഞ്ഞത്, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ അല്പം ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കണേ. മാതളനാരങ്ങ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ മാതളനാരങ്ങ ഇല്ല, കാരണം ഇതിന്റെ സീസൺ അല്ല ഇവിടെ ഇപ്പോൾ. അപ്പോൾ അതെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് കഴിക്കാം. നമ്മുടെ സേമിയോ ഫ്രൂട്ട്സ് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചുകൊണ്ട് പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാണത്. കണ്ടോ? നമുക്കിത് സെർവ് ചെയ്യാൻ എടുക്കാം. കഴിച്ചു നോക്കിയേ. അടിപൊളിയാണോ? സത്യം പറഞ്ഞാൽ എനിക്കും കൊതി വരും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കേട്ടോ സാധനം കണ്ടിട്ട് നല്ല കിടുക്കാച്ചി. എന്നിട്ട് പൊളിയാണോ? ഒന്നും വേണ്ട. അപ്പൊ ചോദിക്കേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ഡെസേർട്ട് അല്ലേ? പൊളിയാട്ടോ സംഭവം. സൂപ്പർ. ഇത് അടിപൊളിയാണ് കേട്ടോ. വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡെസേർട്ട് കൊടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇത് ഇതുപോലെ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാൻ പറ്റും. എല്ലാവരും വയറ് നിറയെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.